ഓവറോൾ നല്ല ഗ്രാഫിക്സ് കൊള്ളാം, പിന്നെ VFX എല്ലാം കൊള്ളാം. പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി ആക്ഷനൊക്കെ. നെഗറ്റീവ് ചിലപ്പം കാസ്റ്റിങ്ങിൻ്റെ ആയിരിക്കും, നടിയുടെ ഒരു ഇതായിരിക്കും. പിന്നെ ക്രിസ് ഹെംസ്വർത്ത് നൈസായിട്ടുണ്ട്, പുള്ളിയുടെ ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതില് പോസ്റ്റ് ക്രെഡിറ്റ് സീനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീനിലുള്ളത് മറ്റേ ഇതിന് മുന്നേ ഉള്ള സിനിമയുടെ തന്നെ. ഇതൊരു പ്രീക്വൽ ആയതുകൊണ്ട് വേറെ അങ്ങനെയായിട്ട് പ്രതിയായിട്ടൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. മേ ബി തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഊറപ്പാണ്, ബോറായിരുന്നു. ആക്ഷൻ വാസ് നോട്ട് കൺവിൻസിങ്, സ്റ്റോറിയും ഇല്ലായിരുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളില്ലായിരുന്നു. ഇന്റർവെൽ കണ്ടിട്ട് ഉറങ്ങിപ്പോയി സത്യമായിട്ട്. അതാണ്, അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നു. എനിക്കും ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ്സ് എ ബിഗ് ലെറ്റ് ഡൗൺ. ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ഉറങ്ങി. ഇല്ല, അത്ര ആന ടൈലർ ജോയ് കൊള്ളാം, മെയിൻ ലീഡ് കൊള്ളാം, പക്ഷെ ഫസ്റ്റ് പടം ഒട്ടില്ല. പ്രോഫസി ഇല്ല. അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വർത്താണ്, സൂപ്പർ. കുഴപ്പമില്ല, ഫസ്റ്റിന്റെ അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റോറിയാണ്. മറ്റേ മാക്സിന്റെ അത്ര വരൂല്ലേ, എന്നാലും കൊള്ളാം. പ്രീക്വൽ അല്ലേ, കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി മാക്സ് ഇല്ല. പുള്ളിക്കാരുടെ ഫ്യൂരിയസ് എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. ഓവറായിട്ട് CG യൂസ് ചെയ്ത്, മുമ്പ് നല്ല പ്രാക്ടിക്കൽ എഫക്ട്സ് കാരണം സ്റ്റണ്ടപ്പ് ഉണ്ട്, ഒരു ഓവർ VFX. ഹീറോയിന് അത്രയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വലുതായിട്ട് നമ്മളിവിടെ 6 മണിക്ക് ഷോ ആയിരുന്നു വന്നത്, ഏർലി ഷോ ആയിരുന്നു. പക്ഷെ വലുതായിട്ടൊന്നും നല്ല സ്കോറൊക്കെ ഇത്തിരി വീക്കായിരുന്നു. പക്ഷെ ആനി ടൈലർ ഷോ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ അത്ര പോരാ, ഇച്ചിരി ഉറക്കമായിരുന്നു സിനിമയൊക്കെ. പക്ഷെ അത്ര കൊള്ള, ഹീറോയിന്റെ അത്രയൊന്നും കൊള്ളത്തില്ല. അത്രേ ഉള്ളൂ, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാഡ് മാക്സ് ഫ്യൂറി റോഡ് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഇത് അത്ര കണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ സ്റ്റോറി അത്ര ഒന്നും വരില്ല. നല്ല എക്സ്പീരിയൻസ് ലാഗ് അടിക്കും, പക്ഷെ കണ്ടിരിക്കാം. ഒരു ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച്.